بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശ്ദഹു. അമ്മാ ബഅദ് ഫഇന്ന അഹ്സനൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. മനെ സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, അള്ളാഹുവിനെ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസിയായി വർത്തിക്കാൻ, ജീവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നടപ്പാക്കുവാനും അപ്രകാരം അള്ളാഹു നമ്മിൽ നിയോഗിച്ചതായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപൂർണമായി ആനന്ദമായി അവരെ അനുകരിച്ച് അവരോടുള്ളതായ പിന്തുടർച്ച കൈകൊണ്ടുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ റസൂല് ഏത് രൂപത്തിലാണ് നമുക്ക് പഠിപ്പിച്ചത് ആ രൂപത്തിൽ നടപ്പാക്കി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹിൻ്റെ പ്രീതി കരഗതമാക്കാൻ ഓരോരുത്തരും പാടുപെടുക. അതിനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഇന്നത്തെ വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ അനൗൺസ് ചെയ്തതുപോലെ ഹദീസ് നിഷേധികൾ എന്ന പേരിൽ അടുത്ത കാലഘട്ടങ്ങളിലായി ലോകവ്യാപകമായി കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ മേഖലകളിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിനുള്ള അവരെക്കുറിച്ചുള്ള പഠനവും അങ്ങനെയുള്ളൊരു പാർട്ടി സംഘടന, ചിന്താഗതി, തത്വം, ആദർശം ഏത് കാലഘട്ടത്തിൽ ഉടലെടുത്തു എന്നതിനെക്കുറിച്ച് മദീനയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകവും അങ്ങനെയുള്ള സംശയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവിലും പഠിക്കൽ അനിവാര്യമായതുകൊണ്ട് ആ വിഷയം അല്പസമയത്തിലൂടെ ചർച്ച ചെയ്യാനാണ് നാം സെലക്ട് ചെയ്തിട്ടുള്ളത്.
അതെ, മുഖവുര നൽകാതെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സമയത്തിൻ്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മതത്തെ നാം ഇരിക്കുന്ന ഈ മദീനയിലൂടെ, മക്കയിലൂടെ, പുണ്യഭൂമിയിലൂടെ, വിശുദ്ധ ഫുർഖാൻ അലീം അറക്കലിലൂടെ അള്ളാഹുവിൻ്റെ ദൂതരായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിക്കലിലൂടെ പരിചയപ്പെടുത്തി തന്നതായ ഒരു മതമാണല്ലോ ഇസ്ലാം. ആ മതത്തെ ഈ ഭൂമിയിലേക്ക്, മനുഷ്യരാശിയിലേക്ക് അന്ത്യദിനം വരെ എത്തിക്കാൻ വേണ്ടി നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അന്ത്യദൂതരായിട്ട് നിയോഗിച്ചപ്പോൾ അവരുടെ മദീനയിലും മക്കയിലുമായി കഴിച്ചുകൂട്ടിയതായ 23 വർഷത്തിലൂടെ അവർക്ക് ഇറങ്ങിയതായ, പല ഘട്ടങ്ങളിലായി ഇറങ്ങിയതായ നിയമാവലികൾ, വിധിവിലക്കുകൾ, അത് ഈ ഭൂമിയിൽ അന്ത്യനാൾ വരെ നിലനിർത്തേണ്ട, സ്ഥാപിച്ചു കൊണ്ടേയിരിക്കേണ്ട, പ്രചരിച്ചു കൊണ്ടേയിരിക്കേണ്ട മതമായതുകൊണ്ട് അതിനാവശ്യമുള്ള രൂപത്തിൽ, എല്ലാ കാലഘട്ടത്തിലും നടപ്പാക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിലേക്ക് വഹയിലൂടെ ഇറക്കിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ സമാപനം കുറിച്ചത് നമുക്കറിയാവുന്നതുപോലെ അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ ആദ്യത്തേതും ഇസ്ലാമികമായ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജത്തുൽ വദാഇ എന്ന ആ ഹജ്ജ് സമാപിച്ചപ്പോൾ, അഥവാ അറഫയിലേക്ക് എത്തിയപ്പോൾ, ഹജ്ജ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സൂറത്തുൽ മാഇദയിലുള്ളതായ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഈ മതം അവസാനിച്ചു, സമാപിച്ചു എന്ന ആയത്തിറങ്ങുന്നത്. ആ സന്ദർഭം വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ച ശൈലിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചതായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അതാണ് ഇസ്ലാം എന്നതാണ് മുസ്ലിം ലോകം ആ കാലഘട്ടം മുതൽ പഠിച്ചു വരുന്നത്. അതിൽ പ്രധാന ഭാഗമാണ് ഖുർആൻ. അതിൽ ആർക്കും സംശയമേ ഇല്ല. ആ ഖുർആൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ ദശക്കണക്കിൽ പ്രാവശ്യം അള്ളാഹുവിൻ്റെ ദൂതരെ അനുസരിക്കുവാനും, അള്ളാഹുവിൻ്റെ ദൂതരുടെ പിന്നിൽ അണിനിരക്കുവാനും, അള്ളാഹുവിൻ്റെ ദൂതരോട് പിന്തുടർച്ച കൈക്കൊള്ളുവാനും, അള്ളാഹുവിൻ്റെ ദൂതരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഖുർആനിനെ നമ്മുടെ മുമ്പിൽ, അതിലുള്ള നമസ്കാരത്തെ, അതിലുള്ള നോമ്പിനെ, അതിലുള്ളതായ ധർമ്മത്തെ, അതിലുള്ളതായ സക്കാത്തിനെ, അതിലുള്ളതായ യുദ്ധങ്ങളെ, അതിലുള്ളതായ മറ്റു വ്യക്തി സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയാളിയത്, അതുപോലെ തന്നെ നിങ്ങൾ നടപ്പാക്കണം എന്ന ആ അർത്ഥം കുറിക്കുന്നതായ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരേക്കും മടക്കി പറഞ്ഞുകൊണ്ടേ ഉണ്ടായിരുന്ന വാർത്തയും മുസ്ലിങ്ങൾക്ക് അറിയാവുന്നതായ പരമാർത്ഥമാണ്. അതങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്തതായ, അല്ലാഹു ഖുർആനിൽ തന്നെ ഇവരെ ഞാൻ സെലക്ട് ചെയ്തു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദ എന്ന ആയത്തിലൂടെ സഹാബാക്കൾ എന്നൊരു വിഭാഗം മറ്റു നബിമാരുടെ ഇടയിൽ നാം കാണാത്ത രൂപത്തിലൊരു വിഭാഗത്തെ ഏറ്റവും ഉത്തമ കാലഘട്ടമായി വരുന്ന അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉത്തമരാണെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്യുകയും ചെയ്തു. ഈ അന്ത്യദൂതരാവാൻ പോകുന്ന ദൂതരുടെ കൂടെ ഉള്ള ഖുർആനാകുന്ന ലോകാത്ഭുത ഗ്രന്ഥത്തെ ഏറ്റെടുത്ത് അത് ജനങ്ങളിലേക്ക് അങ്ങനെ തന്നെ വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ചില്ലാതെ, വ്യത്യാസമില്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയിൽ, ഓതിക്കൊടുത്ത ശൈലിയിൽ, നടപ്പാക്കിയ ശൈലിയിൽ, അവർ പ്രവർത്തിച്ച ശൈലിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ ആ സഹാബാക്കളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് ആ സഹാബാക്കൾ വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ചില്ലാതെ അവർക്ക്
നൽകിയതായ സർട്ടിഫിക്കറ്റാണ്. ആ രൂപത്തിലായി ആണ് അവർ എന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവർക്ക് സ്വർഗ വാഗ്ദാനം ചെയ്തത്. അങ്ങനെയുള്ളതായ ആ സഹാബാക്കൾ കൃത്യമായി വള്ളിക്കോ പുള്ളിക്കോ ചാഞ്ചില്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു പോവുകയും ചെയ്തു. അവരുടെ ഇടയിൽ ഒരു വ്യക്തിയുടെ മുമ്പിലെങ്കിലും സംശയമുണ്ടായിരുന്നില്ല. എന്തിനാണ് നമുക്ക് ഹദീസ്, എന്തിനാണ് നമുക്ക് നബിയെ പിൻപറ്റണം, നമുക്ക് അല്ലാഹു ഖുർആൻ ഇറങ്ങിയിട്ടില്ലേ, അതുകൊണ്ട് ഖുർആൻ പോരെ എന്നൊരു സംശയം നബിയോട് കൂടി ഉണ്ടായിരുന്ന ജീവിച്ച ലക്ഷത്തിൽ പരം സഹാബാക്കൾ നിന്നിട്ട് ഒരു സഹാബിയുടെ ഭാഗത്തിൽ നിന്നിട്ട് നാം കേൾക്കുകയോ കുറിക്കപ്പെടുകയോ ചർച്ചയ്ക്ക് വിധേയമാക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയാവുന്നതല്ല, നാം കേട്ടിട്ടില്ല. അത് ചരിത്രത്തിലൂടെ വന്നതാവട്ടെ, അല്ലെങ്കിൽ നാം അംഗീകരിക്കുന്ന ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസിലൂടെയാവട്ടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ആ സഹാബാക്കൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ഖുർആനാണ്. അങ്ങനെയുള്ള സഹാബാക്കളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും ഖുർആൻ മാത്രം മതി, നബിയുടെ വിശദീകരണം ആവശ്യമില്ല എന്ന് പറഞ്ഞവരില്ല. എന്തുകൊണ്ട്? അള്ളാഹു അവരെ സെലക്ട് ചെയ്തത് അവർ ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കുന്നവരാണ് എന്നത് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പഠിക്കേണ്ടതുപോലെ അവർ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ഖുർആനിൻ്റെ വിശദീകരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ റസൂല് പറയുന്ന വിശദീകരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവർത്തനത്തിലൂടെ ആയിരിക്കണം നാം കണ്ടെത്തേണ്ടത്. നിങ്ങളിലേക്ക് നാം ഖുർആനിനെ ഇറക്കിയത് നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. അവരിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനിനെ എന്ന ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിശദീകരണം എന്ന ബയാൻ അത് വേറെയാണ്, ഖുർആൻ മറ്റൊന്നാണ് എന്ന് അവരുടെ ഭാഷയായ അറബി ഭാഷയിലൂടെ അവർ മനസ്സിലാക്കി വെച്ചത് കൊണ്ട് തന്നെയാണ് ആ ചർച്ച അവരുടെ ഇടയിൽ ഉണ്ടാവാത്തത്, ആ ചർച്ച മുസ്ലിം ലോകം കേൾക്കാത്തത്, ആ ചർച്ച കുറിക്കപ്പെടാത്തത് ഒരു സഹാബിയെ കുറിച്ചു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ 1-ാം നൂറ്റാണ്ട് വിട്ടുകിടക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഹാബാക്കൾ ഏത് രൂപത്തിലാണ് ജീവിച്ചത് അതുപോലെ അവരെ പിന്തുടരണമെന്ന് ഖുർആന്റെ കൽപ്പനയുണ്ട്. അത് നമുക്കറിയാവുന്നതായ നേരത്തെ ഞാൻ വിശദീകരിച്ച ആ വിശദീകരണം പോലെ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. മുൻപന്മാരായ മുഹാജിറുകളായ അൻസാറുകളായ സഹാബാക്കൾ, അതുപോലെ തന്നെ അവരെ പിൻപറ്റിയവർ, അവരാദ്യം പിൻപറ്റിയവരാരായിരുന്നു? സഹാബാക്കളെ കണ്ട താബിഈങ്ങളായിരുന്നു. ആ താബിഈങ്ങളുടെ ഇടയിലോ നാം ചർച്ച കേട്ടിട്ടില്ല. എന്ത്? ഖുർആൻ മാത്രം മതി, ഖുർആനിൻ്റെ വിശദീകരണമായിട്ട് റസൂല് പറഞ്ഞതായ ഹദീസുകളോ അല്ലെങ്കിൽ റസൂലുള്ള ചെയ്ത് കാണിച്ചു തന്നതോ പ്രവർത്തിച്ച് കാണിച്ചു തന്നതോ പറഞ്ഞു തന്നതോ അതൊന്നും അംഗീകരിക്കാൻ പാടുള്ളതല്ല. അത് അംഗീകരിക്കുമ്പോൾ ഖുർആനിന് വിപരീതമായി പോകും എന്ന ഒരു വാക്ക് ഒരു താബിഈയും പറഞ്ഞിട്ടില്ല. താബിഈങ്ങളായ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അള്ളാഹ് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു. വല്ലദീന തബഊഹും, ആ സഹാബാക്കളോട് പിൻപറ്റിയവര് ബിഇഹ്സാൻ, നന്മയിൽ അവരും അള്ളാഹ് പ്രീതിപ്പെട്ടവരാണ് എന്ന്. അപ്പോൾ താബിഈങ്ങളിൽ അള്ളാഹ് പ്രീതിപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്ന ആ താബിഈങ്ങളുടെ ഇടയിലും നാം എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. എന്ത്? ഖുർആൻ മാത്രം മതി എന്ന തത്വം. ഉത്തമ സമുദായമെന്ന് നാം നേരത്തെ സൂചിപ്പിച്ച ആ കാലഘട്ടത്തിൽ ആ ചർച്ചകൾ നടന്നിട്ടില്ല. പിന്നെ പിൻകാലഘട്ടമായപ്പോൾ അതെ ആ രൂപത്തിലല്ല ചർച്ചകൾ ഉണ്ടായത്. ഏത് രൂപത്തിൽ? ഹദീസ് നിഷേധികൾ എന്ന പേരിൽ ഇപ്പോൾ ഇന്ത്യൻ മേഖലകളിൽ വ്യാപകമായി കിടക്കുന്ന, ഇന്ത്യൻ മേഖല എന്ന് ഞാൻ പറയുമ്പോൾ പണ്ടത്തെ ഇന്ത്യ, 200-150 കൊല്ലം മുമ്പുള്ള ഇന്ത്യ, അഥവാ പാകിസ്ഥാൻ അടക്കമുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള ഇന്ത്യയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഭാഗങ്ങളിലുള്ളതായ ചർച്ചകൾ ഒരിക്കലും നാം മുൻകാലഘട്ടങ്ങളിൽ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകി, ഖുർആൻ അംഗീകരിച്ച്, ഖുർആൻ പിന്തുടരാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ച ആ തത്വം ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചവരിൽ കാണാൻ സാധിക്കുന്നതല്ല. ആ ശൈലിയിൽ ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം അള്ളാഹു ആ
സഹാബാക്കളെ പിന്തുടർന്ന് അവർ എങ്ങനെയാണ് ഖുർആനിനെ പഠിച്ചത് നബിയിലൂടെ, എന്നിട്ട് ഖുർആനിൻ്റെ ഓരോ സൂറത്തുകളെ എവിടെ വെക്കണമെന്ന് മനസ്സിലാക്കി, ഓരോ ആയത്തുകളെ എവിടെ വെക്കണമെന്ന് മനസ്സിലാക്കി. അത് ഖുർആനിലില്ല. ഉണ്ടോ? ഖുർആനിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ ഖുർആനിൻ്റെ ആദ്യത്തെ സൂറത്ത് തുടങ്ങേണ്ടത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നിട്ടാണ്, അവസാനിക്കേണ്ടത് സൂറത്തുൻ നാസിൽ നിന്നിട്ടാണ് എന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. നാം കാണുന്ന ഈ മുസ്ഹഫിൻ്റെ അകത്ത് അങ്ങനെയാണ് നാം കാണുന്നത്. ഈ തർത്തീബ് എങ്ങനെയുണ്ടായി? അത് റസൂലുള്ള പഠിപ്പിച്ചതിലൂടെ, ജിബ്രീൽ ഓതിക്കൊടുത്തതിലൂടെ, സഹാബാക്കളെ മനസ്സിലാക്കിയതിലൂടെ ഉണ്ടായി ആ തർത്തീബ്. മനസ്സിലായില്ലേ? അത് പ്രത്യേകിച്ച് അതിൻ്റെ ആയത്തുകളുടെ തർത്തീബ് അങ്ങനെ തന്നെയാണ് എന്നാണ്. ചർച്ചകൾ സൂറത്തുകളെ കുറിച്ചായിരിക്കാം, എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എവിടുന്നാണ്? സഹാബാക്കളിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ചർച്ചകൾക്ക് വിധേയമാകുന്നത് ഒരു പക്ഷേ നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്, ഷിയാക്കളെന്ന പേരിൽ അറിയപ്പെടുന്ന റാഫിദികൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനാണ് ഇമാമത്ത് നൽകേണ്ടത് എന്ന തത്വവുമായിട്ട് പുറപ്പെട്ടതായ കാലഘട്ടങ്ങളിൽ അവർക്ക് ആ തത്വം അംഗീകരിക്കാത്തതായ സഹാബാക്കളോട് വെറുപ്പ് വന്നത് കാരണത്താൽ ആ സഹാബാക്കളുടെ ഹദീസുകൾ വേണ്ട എന്ന് വെച്ചെന്നല്ലാതെ അവരംഗീകരിക്കുന്ന സഹാബാക്കളുടെ ഹദീസുകൾ അവർ തള്ളിയിട്ടില്ല. അവരുടെ ഇഷ്ടാനുസരണം അവരുണ്ടാക്കിയതായ ഇമാമുകളുടെ പേരിൽ അവർ കള്ള ഹദീസുകൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല? അവരുടെ തത്വത്തിൽ ഹദീസിനെ അവരും നിഷേധിച്ചിട്ടില്ല. ആര്? അതുപോലെ തന്നെ ഖവാരിജികൾ എന്ന പേരിൽ പുറപ്പെട്ടതായ വിഭാഗവും അവരും ഹദീസിനെ അവരിഷ്ടപ്പെടാത്ത, അവരുടെ തത്വം അംഗീകരിക്കാത്ത സഹാബാക്കളുടെ ഹദീസുകൾ വേണ്ട എന്ന് വെച്ചു അവർ അംഗീകരിക്കുന്നതായ വിഭാഗത്തിൻ്റെ ഹദീസുകൾ സ്വീകരിച്ചു എന്നല്ലാതെ ഹദീസ് വേണ്ട എന്ന് അവരും പറഞ്ഞിട്ടില്ല. മുഅ്തസിലികൾ എന്ന ഒരു വിഭാഗം, ആ രോഗമാണ് ഇന്ന് കേരളത്തിലടക്കമുള്ള, മംഗലാപുരത്തടക്കമുള്ള പലയിടങ്ങളിലും കാണുന്നതായ രോഗം. അതെന്താണ്? ബുദ്ധിപൂജകന്മാർ. ബുദ്ധി പറയുന്നത് അംഗീകരിക്കാം, ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളാം എന്ന തത്വക്കാർ. അങ്ങനെയുള്ള വിഭാഗം ഉടലെടുത്തപ്പോൾ അവർക്ക് ഹദീസിനോട് വിരോധവും നിഷേധവും വന്നു എന്നും, അപ്പോൾ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ഹദീസ് എല്ലാ ഹദീസുകളല്ല, ഹദീസുകൾ വേണ്ട എന്ന തത്വം പറഞ്ഞുകൊണ്ട് ബുദ്ധിക്ക് യോജിക്കാത്തതിനെ തള്ളുന്ന മുഅ്തസിലികളിൽ നിന്നിട്ട് ഒരു വ്യക്തി വന്നുകൊണ്ട് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചർച്ച നടത്തി. ആ ചർച്ചയിൽ മഹാനായ ഇമാം ഷാഫി വിജയിക്കുകയും മറുവശം പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു സംഭവം അവരുടെ ഗ്രന്ഥത്തിൽ കാണുന്നു എന്നല്ലാതെ അതാരായിരുന്നു, അത് എത്ര പേരായിരുന്നു, അവരെവിടെയുണ്ട്, അവർക്ക് വേറെ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ, ഒരു പേരും പ്രശസ്തിയുമില്ലാതെ അവരെ അതേ കാലഘട്ടത്തിൽ തന്നെ നാമാവശപ്പെടുകയും അഥവാ അറിയപ്പെടാത്ത മജ്ഹൂലിങ്ങളായി മാറുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. അതോടുകൂടി ആ ചർച്ചകൾ അവസാനിക്കുന്നു. പിന്നെ നാം കേൾക്കുന്നത് ഈ രൂപത്തിലുള്ള ചർച്ചയല്ല. പിന്നെയോ ഹദീസേ വേണ്ട, ഖുർആൻ മാത്രം മതി എന്നൊരു തത്വമാണ്. ഈ തത്വത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അത് എങ്ങനെ ഇന്ത്യയിലേക്കെത്തി? അതെങ്ങനെ കേരളത്തിലേക്കെത്തി? അതെങ്ങനെ മംഗലാപുരത്തേക്കെത്തി? അതിൻ്റെ ഉത്ഭവം എവിടെ എന്നതാണ് നാം ഇപ്പോൾ ചർച്ചക്കെടുത്തതായ വിഷയം. അപ്പോൾ നാം പഠിച്ചു മുൻഗാമികളെക്കുറിച്ച്. നമ്മോട് ഖുർആൻ പിൻപറ്റാൻ കൽപ്പിച്ചവരുടെ കാലഘട്ടം പഠിച്ചു. പിന്നെ പുതുതായിട്ട് ഖുറൂൽ മുഫദ്ദലിലോ ഞാൻ നേരത്തെ പറഞ്ഞതായ കാലഘട്ടങ്ങളിലോ വ്യാപകമല്ലാത്തതായ തത്വങ്ങളുമായിട്ട് ഉടലെടുക്കുന്നത് ക്രിസ്താബ്ദ വർഷം പറയുകയാണെങ്കിൽ 1900 ശേഷമുള്ള വർഷങ്ങൾ പരിശോധിച്ചാൽ പല പുതിയ ആശയങ്ങളുമായിട്ട് ചില വ്യക്തികൾ പ്രകടമാകുന്നതായിട്ട് കാണാം. ഇന്ത്യൻ മേഖലകളിൽ ഷിബ്ഹുൽ ഖാറത്തുൽ ഹിന്ദിയ എന്ന് അറബി ഭാഷയിൽ പറയുന്നതായ ഇന്ത്യൻ മേഖലയിൽ അറബികളുടെ ഇടയിൽ അങ്ങനെയുള്ള തത്വങ്ങൾ വ്യാപകമായിട്ടുണ്ടോ ഇല്ലേ, ഏത് കാലഘട്ടത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി
ആ ഭാഗത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് നാം ചർച്ചക്കെടുക്കുന്ന വിഷയമാകുന്ന ഇന്ത്യൻ മേഖലയിൽ നമുക്കറിയാവുന്നതുപോലെ മീർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിയെ കേൾക്കാത്തവരില്ല. അങ്ങനെ ഒരു തത്വവുമായിട്ട് ഇന്ത്യയിൽ ഒരു വ്യക്തി ഉടലെടുത്തു. അദ്ദേഹം പലതും വാദിച്ചു. കൂട്ടത്തിൽ ആദ്യം മഹ്ദിയാണെന്ന് വാദിച്ചു, പിന്നെ ഈസയാണെന്ന് വാദിച്ചു, പിന്നെ ഞാൻ തന്നെ നബിയാണെന്ന് വാദിച്ചു. അദ്ദേഹത്തിന് ചിലപ്പോൾ നമുക്ക് തോന്നും മാനസിക രോഗമായിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ. അതല്ല യാഥാർത്ഥ്യമെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ചാരനായി അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അവർ സ്ഥാപിച്ചതായ തത്വമായിരുന്നു അത് എന്നതാണ് ഇന്ത്യൻ മേഖലയിൽ ജീവിച്ച ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നതായ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചു പോയിട്ടുള്ളത്. അതേ കാലഘട്ടത്തിൽ തന്നെ 1900 ശേഷമുള്ളതായ വർഷങ്ങളിൽ ഉടലെടുത്ത മിർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി രംഗത്തിറങ്ങിയതുപോലെ അദ്ദേഹത്തിന് മുമ്പായിട്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ഗുലാം നബി, ദൂതൻ്റെ അടിമ എന്നതിൻ്റെ അർത്ഥം വരാം, ഗുലാം നബി അബ്ദുള്ള ജുഖ്റാലവി എന്ന പേരിൽ ഒരു വ്യക്തി ഉടലെടുത്തു. അദ്ദേഹമാണ് മുഴുവൻ ഹദീസുകളെ തള്ളണമെന്ന തത്വമായിട്ട് രംഗത്തിറങ്ങിയത്. ആ വ്യക്തി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിന് ആധാരമാക്കിയെടുത്തത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നതായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന ആ വ്യക്തിയെ പോലത്തെ യൂറോപ്യൻ ചിന്താഗതികൾ, ബ്രിട്ടീഷ് ചിന്താഗതികൾ, ബ്രിട്ടീഷിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വാദങ്ങളുമായി രംഗത്തിറങ്ങിയ മുസ്ലിങ്ങൾക്കെതിരിൽ മുസ്ലിങ്ങൾ അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ജിഹാദ് പ്രഖ്യാപിച്ചപ്പോൾ ആ ജിഹാദിനെ തകർത്താൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർണയിച്ചതായ ചില കൈകളുണ്ടായിരുന്നു, മുസ്ലിങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന കൈകൾ. ആ കൈകളിലൂടെ ഉത്ഭവിച്ച തത്വങ്ങളിൽപ്പെട്ടതാണ് ഹദീസ് നിഷേധത്തിൻ്റെ പേരിൽ നാം അറിയുന്നതായ തത്വം ഇന്ത്യയിൽ. അതേ കാലഘട്ടത്തിൽ മൂന്നാമത്തൊരു താഗൂത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. മുഹമ്മദ് അഹമ്മദ് റിള ബറേലവി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഈ മൂന്ന് വ്യക്തിത്വത്തിൻ്റെ കാലഘട്ടം ഏകദേശം തുല്യതയുള്ള അടുപ്പുള്ള കാലഘട്ടമാണ്. അഹമ്മദ് റിള ബറേലവി എന്ന തത്വവുമായിട്ട് രംഗത്തിറങ്ങിയ മനുഷ്യൻ മുഹമ്മദ് മനുഷ്യനല്ല എന്ന തത്വക്കാരനായിരുന്നു. മുഹമ്മദ് മനുഷ്യനല്ല, നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനല്ല, അവർ മരിച്ചിട്ടുമില്ല. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് അവർ വരും ഏത് സമയത്തും. എല്ലാ പ്രശ്നവും ലോകത്തിൽ കൈയാളാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കഴിവുണ്ട് എന്നീ തത്വങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയ ആളായിരുന്നു ആര്? അഹമ്മദ് റിള ബറേലവി. ഏകദേശം തുല്യതയുള്ള അടുപ്പുള്ള കാലഘട്ടങ്ങളിലാണ് ഈ മൂന്ന് തത്വങ്ങളും അവിടെ വ്യാപകമാകുന്നത്. അതിൽ മൂന്ന് തത്വങ്ങളുടെ പിന്നിലും വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. എന്തുകൊണ്ട്? ഫർരിഖ്, നീ ഭിന്നിപ്പിച്ചോ, എന്നാൽ നിനക്ക് എന്ത് സാധിക്കും? നേതൃത്വം കൈവരുത്താൻ, ജനങ്ങളുടെ ഇടയിൽ പെരുമയും പേരുമുണ്ടാക്കാൻ സാധിക്കും എന്ന തത്വം അനുസരിച്ചിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു ഈ പുതിയ പുതിയ ആദർശങ്ങളും തത്വങ്ങളും ഇന്ത്യൻ മേഖലകളിൽ. അതിനെ എതിർക്കാൻ വേണ്ടി അതേ കാലഘട്ടത്തിൽ തന്നെ പേരെടുത്ത പ്രശസ്തരായ സനാഉല്ലാഹിൽ അമൃതസരിയെ പോലോത്തതായ പണ്ഡിതന്മാർ രംഗത്തിറങ്ങിയിട്ട് ഖാദിയാനിയോട് മുബാഹല വരെ നടത്തിയിട്ടുണ്ട്. ഖാദിയാനിയോട് മുബാഹല നടത്തിയിട്ട് അതുപോലെ തന്നെ ഇവർക്കും മറുപടികൾ നൽകിയിട്ടുണ്ട്. ഇവരുടെ അമൃതസരിക്ക് കുറച്ച് മുമ്പാണ് ഇവർ ജീവിച്ചതെങ്കിലും അവരുടെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതായ അവർ പിന്നെ പാർട്ടികളായി മാറി ഖുർആനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഹദീസ് നിഷേധികൾക്ക് ഇന്ത്യയിൽ 4 ഗ്രൂപ്പായിരുന്നു, 4 പാർട്ടിയായിരുന്നു. അതിൽ എല്ലാവരും വ്യത്യസ്ത രൂപത്തിലാണ് നിസ്കരിക്കൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ നമസ്കരിക്കൽ. എല്ലാവരും ഒരുപോലെയല്ല നമസ്കാരം.
സനാഉല്ലാഹിൽ അമൃതസരി 1948 അദ്ദേഹം വഫാത്താകുന്നത്. അവർ ഖാദിയാനിയുമായിട്ടുള്ള നടന്നതായ മുബാഹലയിൽ ആരാണ് അസത്യത്തിൻ്റെ ഉടമ, അദ്ദേഹം ആദ്യം നശിക്കട്ടെ എന്ന് ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ഡൽഹിയിൽ വെച്ചിട്ട് മുബാഹല നടത്തി. അങ്ങനെ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഖാദിയാനി മരിച്ചു. 40 വർഷം വരെ ജീവിച്ചു. ആര്? ഈ മുബാഹല നടന്ന ശേഷം ഷെയ്ഖ് സനാഉല്ലാ അൽ അമൃതസരി എന്ന പണ്ഡിതൻ. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ നാം പഠിച്ചു, മനസ്സിലാക്കി, ഈ ഹദീസ് നിഷേധം പരിപൂർണമായി വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന തത്വം ഇന്ത്യൻ മേഖലയിൽ ഉടലെടുത്തത് അത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ചാരന്മാർ, ബ്രിട്ടീഷ് പ്രവർത്തകന്മാർ അവരിലൂടെ വന്നതായ ചിന്താഗതികളിൽ നിന്നിട്ട് ഉടലെടുത്തതാണ്. അതെങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. ഓറിയന്റലിസം എന്ന പേരിൽ ഒരു വിഭാഗത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ റോമൻകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ യൂറോപ്പികൾ മൊത്തത്തിലും ഇസ്ലാമിനെ തകർത്താൻ വേണ്ടിയിട്ട് ഈ നാട്ടിലേക്ക് പണ്ഡിതന്മാരെ അയച്ചു. ഏത് നാട്? ഓറിയന്റലിസം, കിഴക്ക് ഭാഗം. ഈ നാട്ടിലേക്ക് പണ്ഡിതന്മാരെ അയച്ചു. ആ പണ്ഡിതന്മാർ ഇവിടെ വന്നു, എന്നിട്ട് നമ്മുടെ ഹദീസുകളെ പഠിച്ചു, നമ്മുടെ ഖുർആനിനെ പഠിച്ചു, എന്നിട്ട് നമ്മെ തകർത്താൻ വേണ്ടി അവർ ഗ്രന്ഥങ്ങൾ എഴുതി, പുസ്തകങ്ങൾ എഴുതി, ലോകവ്യാപകമായി അവരുടെ തത്വങ്ങളും ചിന്താഗതികളും. കാരണം അന്ന് ലോകത്തിലെ സകലം പലയിടങ്ങളിലും അവർക്ക് ഭരണകൂടമുണ്ട്, പല നാടുകളെ അവർ ഭരിക്കുന്നുണ്ട്, പല നാടുകളെ അവർ കീഴടക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യയും അവർ കീഴടക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ആദ്യം പോർത്തുഗീസുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, അല്ലേ? അപ്പോൾ എന്തിനാണ് അവർ ഓറിയന്റലിസ്റ്റുകാർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു? ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി പോയതായ മുഹമ്മദ് അബ്ദുൾ റഷീദ് റിളയെ പോലത്തതായ വിഭാഗം ഈജിപ്തിൽ നിന്നിട്ട് യൂറോപ്പിലേക്ക് പോയി മടങ്ങി വന്നപ്പോൾ പിഴച്ച ചിന്താഗതികളുമായി വന്ന്, അതിൽ ഏറ്റവും കൂടുതൽ പിഴച്ച ചിന്താഗതികൾ ഉണ്ടായതായ ജമാലുദ്ദീൻ അഫ്ഗാനി, അദ്ദേഹം ഈജിപ്തിലേക്ക് വന്ന് ഇങ്ങനെയുള്ള ചിന്താഗതികൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ ഈജിപ്തിൽ അത് പ്രചരിച്ചില്ല, അത് അവർ ഉൾക്കൊണ്ടില്ല. അവസാനം അവിടുന്ന് നാട് കടത്തപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം പിന്നെ അങ്ങനെയുള്ള ചിന്താഗതികളുമായിട്ട് പലരും രംഗത്തിറങ്ങിയെങ്കിലും ഇന്ത്യയിലുള്ളതായ ഖുർആനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഹദീസ് നിഷേധികളുടെയും ഈജിപ്തിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം, ഈജിപ്തിൽ പണ്ഡിതന്മാർ അതിന് തലപൊക്കാൻ സമ്മതിച്ചില്ല, അതിനെ തകർത്തി, അതിനെ തമർത്തി, അതിനെ മറുപടി പറഞ്ഞു, അതിന് ശക്തിയായ തെളിവിലൂടെ അവിടെയുള്ള അസ്ഹർ പണ്ഡിതന്മാരും അതുപോലെ തന്നെ പിന്നെ സുന്നത്ത് വേണ്ട എന്ന പേരിൽ അവിടെ സുന്നത്ത് നിഷേധികൾ രംഗത്തിറങ്ങിയപ്പോൾ അൻസാർ സുന്ന എന്ന പേരിൽ സംഘടനയുണ്ടായി. അൻസാർ സുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ സഹായിക്കാൻ, സുന്നത്തുണ്ടെന്ന് സ്ഥാപിക്കാൻ ആ സംഘടനയാണ് ഇപ്പോഴും അവിടെ അറിയപ്പെടുന്നതായ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന. അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉടലെടുത്തതുകൊണ്ടും പണ്ഡിതന്മാർ രംഗത്തിറങ്ങിയത് കൊണ്ടും ഇന്ത്യയിലെ പോലെ എന്ത് സംഭവിച്ചില്ല, ശേഷിച്ചില്ല, നാമാവശേഷപ്പെട്ടു, അറിയപ്പെടാത്തതായി മാറി. എന്ന് മാത്രമല്ല, അറബികളുടെ ഇടയിൽ പറഞ്ഞാൽ കയറുമോ? അറബികളുടെ ഇടയിൽ പറഞ്ഞാൽ കയറൂല. യൂറോപ്യൻ തത്വം, ബ്രിട്ടീഷുകാരുടെ തത്വം, എന്ത് ഹദീസ് വേണ്ടതില്ല, ഖുർആൻ മാത്രം മതി എന്ന തത്വം. കാരണം അറബികൾക്കറിയാം റസൂലുള്ളാഹിന്റെ ജീവിതം അംഗീകരിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത്? റസൂൽ കൊണ്ടുവന്നത് ഖുർആൻ മാത്രമാണോ? റസൂൽ എന്ത് കൊണ്ടുവന്നു? ഖുർആൻ എന്ന് മാത്രമല്ല അല്ലാഹ് പറയുന്നത്. റസൂൽ എന്ത് കൊണ്ടുവന്നു അത് നിങ്ങൾ മുറുകെ പിടിക്കുക. റസൂൽ എന്ത് വിരോധിച്ചു നിങ്ങൾ അത് വിരോധിക്കുകയും ചെയ്യുക എന്ന ആ തത്വം പഠിച്ചതായ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. വമൻ യുതിഉർ റസൂല, ഒരാൾ റസൂലിനെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവർ അല്ലാഹുവിനെ അനുസരിച്ച ആളായി മാറി. എന്നീ തത്വങ്ങളൊക്കെ അറിയുന്ന അറബികൾ, അറബി ഭാഷ അറിയുന്നവർ ഇങ്ങനെയുള്ള തത്വങ്ങൾ അവരോട് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് കയറാറുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ പിന്നെ റഷീദ് റിളയെ പോലോത്തതായ മുഹമ്മദ് അബ്ദുവിനെ പോലോത്തതായ മുഹമ്മദ് അബ്ദു ആദ്യം മരിച്ച ആളാണ്. പോലോത്തവർ പിന്നെ എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചതായ തത്വങ്ങളിൽപ്പെട്ടതാണ് അവരുടെ അൽമനാറ് പോലോത്ത തഫ്സീറുകൾ പരിശോധിച്ചാൽ ഇന്നും നമുക്ക് കാണാം. എന്ത്? നമ്മുടെ നാട്ടിലുള്ള കേൾക്കാൻ പോകുന്നത് പോലെ ബുദ്ധിപൂജകന്മാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ് തള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രംഗത്തിറങ്ങും. പിന്നെ എൻ്റെ ഭാഷയിൽ ഞാൻ പറയാറുള്ളത് പോലെ പിന്നെ ഉള്ള മൂത്ത് മണ്ഡലിയാകും. അല്പം കാലം അങ്ങനെ പറയും. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ എവിടേക്കെത്തും? ഹദീസ് മുഴുവൻ വേണ്ട, അല്പ ഹദീസ് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ അല്പ ഹദീസ് വേണമെന്ന് പറയാൻ വേറെ തെളിവില്ലല്ലോ കൂടെ. ഇത് എന്തുകൊണ്ട് വേണ്ടാന്ന് വെച്ചു? ആ കാരണം തന്നെ പറഞ്ഞുകൊണ്ട് മറ്റ് ഹദീസുകളും തള്ളുന്നു. അതോടുകൂടി കുളിപ്പിച്ച് കുട്ടിയില്ലാതെയായി മാറുന്ന സ്വഭാവത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. സഹോദര സഹോദരിമാരെ, അതെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫർരിഖ് തസുദ്, നീ ഭിന്നിപ്പിച്ചോ എന്നാൽ നിനക്ക് പ്രശസ്തിയും പെരുമയും കിട്ടുമെന്ന തത്വം മുമ്പിൽ വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രംഗപ്രവേശനം നടത്തിയത്. ആരിലൂടെ? സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലോത്തതായ ആളുകളിലൂടെ. അവരുടെ തലപ്പത്ത് നിന്നാണ് ഇന്ത്യൻ മേഖലയിൽ ജീവിച്ച പ്രശസ്ത എഴുത്തുകാർ എഴുതുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. അഹ്ലുസ്സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന, സുന്നത്തിന് വേണ്ടി വാദിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അവരെന്ത് ചെയ്തു? അഥവാ ഈ വിഭാഗം ഗവൺമെന്റിനെ നിലനിർത്താൻ, ബ്രിട്ടീഷുകാരെ നിലനിർത്താൻ, ജിഹാദ് ക്യാൻസലാക്കാൻ, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങൾ രംഗത്തിറങ്ങാതിരിക്കാൻ വേണ്ടി അവർ ഈ തത്വങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി ഒരു ഭാഗത്ത് ഞാൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഖുർആൻ എൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി. ഇതുപോലെ ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ പാകിസ്ഥാനിൽ പിന്നെ ജീവിച്ചതായ ജുഗ്രാലവി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ തത്വമായി രംഗത്തിറങ്ങി. അദ്ദേഹം അതിൻ്റെ പേരിൽ 14ഓളം ഗ്രന്ഥങ്ങൾ എഴുതി. പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഖാദിയാനികളുടെ മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനിയുടെ ലൈബ്രറിയിലാണ് ഈ ഹദീസ് നിഷേധിയായിട്ട് പിന്നെ രംഗപ്രവേശനം നടത്തിയതായ ഈ വ്യക്തിയുടെ, അബ്ദുള്ള എന്നാണ് മൂപ്പരുടെ പേര്, അബ്ദുള്ളയുടെ എല്ലാ പുസ്തകവും ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. റബോ എവിടെയാണ്? റബോ പാകിസ്ഥാനിലാണ് അല്ലേ? റബോ പാകിസ്ഥാനിലാണ്. ഖാദിയാൻ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും പാകിസ്ഥാനിലാണ് അല്ലേ? ഇന്ത്യയിലായിരുന്നു അങ്ങനെയല്ലേ? പഞ്ചാബ്, രാജസ്ഥാനിലാണ്. ഏതായാലും ഇരിക്കട്ടെ. നമുക്ക് ഈ തോന്നിവാസികൾ എവിടെ വന്നു എന്നതല്ല പ്രശ്നം, എന്ത് ചെയ്തു എന്നതാണ് പ്രശ്നം. എന്ത് ചെയ്തു? ഉമ്മത്ത് മുഹമ്മദിനെ നശിപ്പിക്കാൻ, ഉമ്മത്ത് മുഹമ്മദിനെ ഭിന്നിപ്പിക്കാൻ എന്നതാണ് പ്രശ്നം. അതെ, ലാഹോറിൽ ഇന്ത്യയിൽ എന്ന പോലെ അന്ന് ഇന്ത്യയിലാണ് ലാഹോർ ഉള്ളത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചതായ അഹ്ലുസ്സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഇശാഅത്ത് സുന്ന എന്ന പേരിൽ ഇറക്കിയതായ പത്രത്തിൽ ഈ വിഭാഗം കാഫിരീങ്ങളാണെന്ന് ഫത്വ നൽകി. പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ തന്നെ ഖാദിയാനികളെ കാഫാക്കിയതുപോലെ ഹദീസ് നിഷേധികൾ ആരാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു? കാഫിരീങ്ങളാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഹദീസ് നിഷേധികൾ കാഫിരീങ്ങളാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചില്ല? ഗവൺമെൻറ് തലത്തിൽ പിന്നെ പാകിസ്ഥാനായ കാലഘട്ടത്തിൽ പലരും ഖാദിയാനികൾ രംഗത്തിറങ്ങിയതുപോലെ, ഖാദിയാനികൾ തന്നെ നേതാക്കളായതുപോലെ ഇവരും നേതാക്കളായെങ്കിലും ഗവൺമെൻറ് ലെവലിൽ ഒരു നിയമവും അവരുടെ വന്നില്ല. അവിടെ നടന്നിരുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ 5 വഖ്ത് തന്നെയാണ്, ഇസ്ലാമിൻ്റെ പേരിൽ നോമ്പ് തന്നെയാണ്, ഇസ്ലാമിൻ്റെ പേരിൽ സക്കാത്ത് തന്നെയാണ്. അവിടെയൊന്നും ഇവരുടെ തത്വങ്ങൾ എന്ത് വന്നില്ല? മുസ്ലിങ്ങളുടെ ഇടയിൽ ആധികാരികത നൽകപ്പെട്ടിട്ട് പ്രചരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? ഇവരെക്കുറിച്ച് കാഫിരീങ്ങളെന്ന് ഫത്വ നൽകപ്പെട്ടത് കൊണ്ട്. ഏതുപോലെ മുസ്ലിം വേൾഡ് ലീഗ് മക്കയിൽ ഖാദിയാനികളെക്കുറിച്ച് തന്നെ കാഫിരീങ്ങൾ എന്ന് പ്രഖ്യാപിച്ചതുപോലെ. അപ്പോൾ പ്രശ്നം ഗുരുതരമാണ്, പ്രശ്നം അപകടമാണ്, പ്രശ്നം ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റ് ഔട്ടായി പോകുന്ന വിഷയമാണ്. അതെ, എഴുത്തുകാർ എഴുതുന്നു, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ചിറാഗ് അലി, അബ്ദുള്ള ജഗറാവലി, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ, അതുപോലെ തന്നെ അഹമ്മദുദ്ദീൻ അമൃതസരി, അഹമ്മദ് ബർവേസ് ആണ് അവസാനം ഈ 3 വഖ്ത് വിതരണക്കാരൻ, ഹദീസ് നിഷേധി ആയിട്ട് ഇന്ത്യൻ മേഖലയിൽ അവസാനമായിട്ട് രംഗത്തിറങ്ങിയതായ നേതൃത്വം അവരുടെ.
അദ്ദേഹത്തിനെ കുറിച്ചാണ് മുഫ്തികൾ ഐക്യകണ്ഠേന പാസാക്കിയത് കാഫറാണ് എന്ന തത്വം. എന്നാൽ ഇവരുടെ അസത്യത്തെക്കുറിച്ച്, അവരുടെ ഈ തത്വങ്ങൾ ശരിയാണോ അല്ലേ എന്നത് പഠിക്കുന്നതിന് മുമ്പായി, ഇതുവരെ പറഞ്ഞതിൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ മതി, വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഇവർ നമസ്കരിക്കുന്ന കോലം കേൾക്കുക. ഖുർആൻ മാത്രം മതി എന്ന് പറയുമ്പോൾ ഖുർആൻ കൊണ്ടെങ്ങനെ നമസ്കരിക്കുക? അബ്ദുള്ള ജഗറാലവിയുടെ നിസ്കാരം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ അഖിമിസ് സലാത്ത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈലി എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം 5 തന്നെ നിസ്കരിക്കണമെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. അപ്പോഴോ നിസ്കാരത്തിൻ്റെ റക്കായത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു 3 ആവാം, 4 ആവാം, 2 ആവാം. അതിന് തെളിവെന്താണ്? അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർളി ജാഇലിൽ മലായികതി റുസുല ഉലി അജ്നിഹതിൻ മത്നാ വസുലാസ വറുബാ. അൽഹംദുലില്ലാ, അതാണ് ഈ വിദേശികൾ, അനറബികൾ, അറബി ഭാഷ അറിയാത്തവർ ഖാദിയാനി പറയും പോലെയുള്ള തെളിവുകളാണ് പറയുക. ഇത് 3, 2, 4 റക്അത്തായിട്ട് നമസ്കരിക്കാം എന്നതിലേക്ക് തെളിവ് എന്താണ്? അൽഹംദുലില്ലാ ഫാത്തിരിസ് സമാവാതി വൽ അർള്, അല്ലാഹുക്ക് സ്തുതി. എങ്ങനെയുള്ള റബ്ബാണ്? ആകാശഭൂമിയെ സൃഷ്ടിച്ചവൻ. ജാഇലിൽ മലായികതി റുസുല, മലക്കുകളെ അല്ലാഹു മുർസലീങ്ങളായിട്ട് നിയോഗിക്കുന്നു നബിമാരിലേക്ക്, അല്ലേ? ഉലി അജ്നിഹത്തിൻ, അവർക്ക് ചിറകുകളുണ്ട്. മഥന 2 ചിറകുള്ളവരുണ്ട്, വസുലാസ 3 ഉള്ളവരുണ്ട്, റുബാ 4 ഉള്ളവരുണ്ട്. ഇതാണ് തെളിവ്. എന്ത്? 3 റക്അത്ത് നിസ്കരിക്കാം, 4 റക്അത്ത് നിസ്കരിക്കാം, 2 റക്അത്ത് നിസ്കരിക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് അവരുടെ ഗ്രന്ഥത്തിലുള്ളതായ ഭാഗമാണ്. അതെങ്ങനെ ഈ മലക്കുകൾ നമ്മളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മോടുകൂടി നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേളയിൽ നാം നമസ്കരിക്കുന്ന റക്അത്ത് നാം 2 ആയിട്ട് നിസ്കരിക്കണം, 3 ആയിട്ട് നമസ്കരിക്കണം, 4 ആയിട്ട് നമസ്കരിക്കണം എന്നർത്ഥം വെച്ചു എന്നാണ്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം എവിടുന്ന്? ഖുർആനിലൂടെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണമല്ലോ. ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്നല്ല, പിന്നെയോ ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരം ആരംഭിക്കുക. എന്താ തക്ബീർ? ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കും. പക്ഷേ റുക്കൂ കഴിഞ്ഞാൽ ഇഅ്തിദാലില്ല. സുജൂദും റുക്കൂഴും ഖുർആനിലുണ്ട്, ഇഅ്തിദാലില്ല. അപ്പോഴോ റുക്കൂയിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ചാട്ടം, ഈ പശു വീഴും പോലെ, ഒട്ടകം വീഴും പോലെ റുക്കൂയിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ചാട്ടം, സുജൂദിലേക്ക് നേർക്ക് നേരെ ചാട്ടാണെന്നാണ്. ഇതാണ് നാം നേരത്തെ കേട്ടതായ അബ്ദുള്ള ജഗറാലവിയുടെ നമസ്കാരം. പിന്നെ സലാം വീട്ടലോ മൂപ്പരുടെ തത്വത്തിൽ അതൊന്നുമില്ല. സുജൂദിൽ കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് സുജൂദിൽ എന്താ ചെല്ലൽ അല്ലാഹു അലം, ചെല്ലണത് ചെല്ലിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞു, സുജൂദിന് എണീറ്റ് പോവാം. പിന്നെ മുഹമ്മദ് റമളാൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സ്പെഷ്യൽ വേറെ നമസ്കാരമാണ് ഖുർആനിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയത്. കാരണം ഈ റസൂല് വരഞ്ഞ ലൈനിൽ കൂടി പോയില്ലെങ്കിൽ ആള് മാറി, ആള് നഷ്ടപ്പെട്ടു, പോകേണ്ട റൂട്ട് അറിയില്ല. ഒരാൾ വേണ്ടേ മുമ്പിൽ, അയാളെ ബാക്കിൽ പോകാനാണല്ലോ അള്ളാഹ് പറഞ്ഞത്. എന്തിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് അദ്ദേഹം വിവരിച്ചു കൊടുക്കണം, മാനുസില ഇലൈഹിം, നിങ്ങളിൽ അവരിലേക്ക് ഇറങ്ങിയ ഖുർആനിനെ. അപ്പോൾ ബുദ്ധി ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അറബികൾ ഇതിൻ്റെ പിന്നിൽ കൂടാത്തത്. കൊണ്ടാണ് ഖുർആന്റെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് ബയ്യിന, ബയാൻ എന്ന് പറഞ്ഞാലോ അത് ഖുർആനല്ല, ഖുർആൻ അല്ലാത്തതാണ്. വിശദീകരണം എന്ന് പറഞ്ഞാൽ ഖുർആനല്ലല്ലോ. ഖുർആനിനെ മുഹമ്മദ് എന്ത് ചെയ്യണം? വിശദീകരിച്ചു കൊടുക്കണം. ഖുർആൻ വേറെ, വിശദീകരണം മറ്റൊന്ന്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ പിന്നീടത്തുള്ള പറഞ്ഞത് സുമ്മ ഇന്ന അലൈനാ ബയാന, ഖുർആനിന്റെ ബയാൻ അത് നാം ഏറ്റെടുത്തതാണ്. ഇത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആനിനെ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുമെന്ന് ഏറ്റെടുത്തതായ റബ്ബ് ആ ഖുർആന്റെ വിശദീകരണം നൽകാൻ വേണ്ടിയാണ്, ആ ഖുർആനെ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മുഹമ്മദിനെ അയച്ചത് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ അള്ളാഹു പറഞ്ഞ വാക്ക് ഇവിടെ സ്ഥിരീകരിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം, സ്ഥാപിക്കപ്പെടണം. അതുകൊണ്ട് അള്ളാഹു എന്ത് പറയുന്നു? ആ മുഹമ്മദ് നബിയുടെ വിശദീകരണവും ഞാൻ തന്നെ ഏറ്റെടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഹദീസില്ല,
ഇവിടെ ഹദീസ് ഉണ്ടാവാൻ പാടില്ല, നാം ഖുർആൻ മാത്രം അംഗീകരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടാണ് മെല്ലിടുന്നത്. അള്ളാഹു വീഴ്ച വരുത്തി, അള്ളാഹു ഒരു മുഹമ്മദിനെ ഇറക്കി, എന്നിട്ട് അയാളെ വിട്ടുകളഞ്ഞു. അയാൾക്ക് ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുത്തില്ല. ഈ ഖുർആനെ വിശദീകരിക്കാൻ അയാൾക്ക് ചാൻസ് കൊടുത്തില്ല. ആ വിശദീകരണം മുഹമ്മദ് നൽകിയപ്പോൾ അതൊക്കെ ഇവരൊക്കെ കൊണ്ടുപോയി തള്ളി കള്ളമാക്കി മാറ്റി, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു, അംഗീകരിക്കപ്പെടാത്തതാക്കി മാറ്റിക്കളഞ്ഞു. അതിനൊന്നും ആധികാരികത നൽകാൻ പറ്റാത്ത ശൈലിയിൽ അള്ളാഹ് മാറ്റിക്കളഞ്ഞു. അള്ളാഹിന്റെ മതത്തെ അള്ളാഹ് നശിപ്പിച്ചു എന്നൊക്കെയാണ് തൊള്ള കൊണ്ട് പറയുന്നില്ലെങ്കിലും ഇവരുടെ എഴുത്തും ഇവരുടെ തത്വവും ഇവരുടെ പ്രവർത്തനവും യഥാർത്ഥത്തിൽ കുറിക്കുന്നത് ഹദീസ് നിഷേധികളുടേത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, തുടക്കം മുതൽ അവസാനം വരെ. എന്നാലാണ് കേരളീയരിലേക്കും അതുപോലെ തന്നെ മംഗലാപുരം പോലത്തെ മൈസൂർ സ്റ്റേറ്റിൽ ആ ഭാഗങ്ങളിലേക്കൊക്കെ എങ്ങനെ എത്തി ഈ തത്വം എന്നതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്തുദ്ദേശിച്ചു എന്നതും അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ഖുർആനിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ എന്ത് വേണമെന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിഴച്ചു പോകുന്നവർ, വ്യതിചലിച്ചു പോകുന്നവർ, സംശയമുള്ളവർ സത്യത്തിലേക്ക് മടങ്ങാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുഹമ്മദ് റമദാൻ ഇന്ത്യയിൽ ജീവിച്ച മനുഷ്യൻ നേരത്തെ പറഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന വ്യക്തികളുടെ പ്രതിനിധികളായിട്ട് വന്ന എഴുത്തുകാർ അവർ പറയുന്നു ലിക്കുല്ലി റകഅത്തിൻ സജദത്തുൻ വാഹിദ, എല്ലാ റകഅത്തിനും ഒരു സുജൂദ് മതി. സുജൂദ് അവസാനിച്ച് കഴിയുമ്പോൾ എണീറ്റ് പോവുകയും ചെയ്യാം. പിന്നെ ലാഹൂരികൾ അവരുടെ നേതൃത്വം അവർക്ക് നൽകിയതായ തത്വം അനുസരിച്ചിട്ട് നമസ്കാരത്തിൻ്റെ ശൈലി, ലാഹൂരികളായ ഖുർആനിസ്റ്റുകൾ അവർക്ക് നൽകിയതായ നമസ്കാരത്തിൻ്റെ ശൈലി. നമസ്കാരം തുടങ്ങേണ്ടത് എങ്ങനെ തുടങ്ങുമ്പോൾ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഉജ്ജത്തുമല്ല, റബ്ബി അദ്ഖിൽനി ഖുർആൻ കൊണ്ട് തുടങ്ങണമല്ലോ. അപ്പോൾ ഖുർആനിൽ റസൂലുള്ള പണ്ട് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ പറഞ്ഞ അപ്പോൾ ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ഇസ്രായിൽ, അത് ചൊല്ലിയിട്ട് ഖുർആൻ നിസ്കരിക്കാൻ തുടങ്ങാം. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ. ഇത് ഇങ്ങനെ ഹദീസ് നിഷേധികളായി രംഗത്തിറങ്ങി പിന്നെ അവരുടെ പേരുമില്ല, അവരുടെ തത്വവുമില്ല ഈജിപ്തിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കാലഘട്ടക്കാർ ജീവിച്ചപ്പോൾ നമസ്കാരത്തിന് പ്രത്യേക കോലമൊന്നും അവരുണ്ടാക്കിയിട്ടില്ല. കാരണം അറബികളാണ് എന്നതുകൊണ്ട് അത്ര വിഡ്ഢിത്തത്തിലേക്ക് അവരെത്തിയിട്ടില്ല. അവർക്ക് അറബി ഭാഷയിൽ അല്ലാഹു ഖുർആനിൽ പറയുന്ന ശൈലിയിൽ നിന്നിട്ട് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അവർക്ക് പെട്ടെന്ന് അങ്ങനെ നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റഷീദ് റളിയല്ലാഹു പോലത്തതായ ആൾക്കാർക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് തോന്നിയതായ ചില ഹദീസുകളെ അവർ തള്ളിപ്പറഞ്ഞു എന്നതും യൂറോപ്പികൾ ഉറ്റുകൊടുത്തതായ ചില കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനി പരിശ്രമിച്ചു എന്നതൊക്കെയാണ് നാം അവരിലൂടെ കേൾക്കാൻ പറ്റുന്ന കാര്യം. ഇതല്ല, ഇത് പ്രഹസനമാണ്, കളിയാക്കലാണ്, മതം കൊണ്ട് പന്താടലാണ് ഇന്ത്യൻ മേഖലയിൽ നിസ്കാരത്തിൻ്റെ പേരിൽ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അതെ അദ്ഖിൽനി എന്ന പദം കൊണ്ട് കടക്കണമെന്നാണ്. അതുപോലെ തന്നെ സയ്യിദ് റഫി എന്ന മനുഷ്യനുണ്ട്. അദ്ദേഹം പറയാണ് നിസ്കാരം തന്നെ 4 വഖ്താണ്. ഒരാൾക്ക് 5 വഖ്ത്, ഒരാൾക്ക് 4 വഖ്ത്, ഒരാൾക്ക് 3 വഖ്ത്. അവർക്ക് ഏകീകരണമില്ല. എന്തുകൊണ്ട്? അവർക്ക് ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അള്ളാഹ് പറഞ്ഞുകൊണ്ട് അയച്ചവരുടെ പിന്നിൽ കൂടിയില്ല. അതുകൊണ്ടെന്തായി? നാഥനില്ലാത്ത നായപ്പടകളെപ്പോലെയായി മാറി. മനസ്സിലായില്ലേ? 4 വഖ്താണ്. പേര് കേട്ടോളി നിസ്കാരത്തിൻ്റെ പേര്. ഒന്ന് സലാത്തു തഹജ്ജുദ്, തഹജ്ജുദ് നിസ്കാരം, പിന്നെ ദുഹർ നിസ്കാരം, പിന്നെ ഫജ്ർ നിസ്കാരം, പിന്നെ മസാ നമസ്കാരം, വൈകുന്നേര നമസ്കാരം. എന്താ പേര്? വൈകുന്നേര നമസ്കാരം. അങ്ങനെ 4 വഖ്താണ്. എന്നാൽ മൂപ്പര് പറയാണ് ഇതൊക്കെ ഇന്ത്യൻ മേഖലയിൽ ജീവിക്കുന്നവർ ഖുർആനിസ്റ്റുകാർ പറയുന്ന തത്വങ്ങൾ അവരുടെ പുസ്തകങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. അയാൾ പറയാണ് തഹജ്ജുദും ഫജ്റും നമസ്കരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തിലേക്ക് മുന്നിട്ടിട്ടാണ് നമസ്കരിക്കേണ്ടത്. ളുഹുറും മസാവും മഗ്രിബും നമസ്കരിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തിലേക്ക് നിസ്കരിക്കണം. എന്താ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്? എന്താണ്? വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു, കിഴക്കും പടിഞ്ഞാറും അള്ളാഹ് കാണുന്നല്ലേ. അപ്പോൾ പടിഞ്ഞാറിന് ചൊടി വരും കിഴക്കോട്ട് മാത്രം മുന്നിട്ടാൽ.
കിഴക്കിന് ചൊടി വരും, പടിഞ്ഞാറോട്ട് മാത്രം മുന്നിട്ടാൽ. അതുകൊണ്ട് 2 ഭാഗത്തിലേക്ക് ഡിവൈഡ് ചെയ്യണം 4 വക്ത് നിസ്കാരത്തെ. ഇത് ഖുർആനിസ്റ്റ് എന്ന പേരിൽ ഹദീസ് നിഷേധികൾ മനസ്സിലാക്കിയ ചില പോയർത്ഥം ആണ് നിങ്ങൾ ഈ കേട്ടത്. സഹോദരന്മാരെ, സഹോദരികളെ, ഇനി നമുക്ക് അവരുടെ ശുബഹാത്തിലേക്ക് മടങ്ങാം. ക്ഷമിച്ച് കേട്ടോളീൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബികളും അജമികളും എല്ലാം ഗർബിൽ നിന്നിട്ട്, അഥവാ ഇന്ത്യക്കാരായ ഹദീസ് നിഷേധികളും അറബികളായ ഹദീസ് നിഷേധികളും അവർ ഇങ്ങനെയുള്ള അപകടത്തിലേക്ക് എത്തിയത് ഓറിയന്റലിസ്റ്റുകാരായ യൂറോപ്പികൾ, ഇറ്റലിക്കാർ, അപ്രകാരം തന്നെ ബ്രിട്ടീഷുകാർ, ഇവരെ പോലോത്തവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാക്കിയതായ, ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി ഉണ്ടാക്കിയതായ ചിന്താഗതികളിലൂടെയാണ്. മനസ്സിലായില്ലേ? ആ ചിന്താഗതികളിൽ നിന്നിട്ടാണ് ഇങ്ങനെയുള്ള തത്വങ്ങൾ ഉടലെടുത്തത്. അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, ഇത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ, ഇത് ഖുർആന് വിപരീതമാണല്ലോ എന്നൊക്കെ ഉള്ളതായ തത്വങ്ങൾ പറഞ്ഞു നടക്കാൻ ആരംഭിച്ചത്. എന്താണ് വ്യത്യാസം? അറബികളും അനറബികളും ഈജിപ്തിൽ അങ്ങനെയുള്ള തത്വവുമായിട്ട് പലരും രംഗത്തിറങ്ങിയപ്പോൾ അതിന് വയസ്സുണ്ടായില്ല. അതിന് കാലഘട്ടം കൊണ്ട് തന്നെ അത് മാഞ്ഞുപോയി, അത് നാമാവശേഷപ്പെട്ടു പോയി. അത് അറബികൾ അംഗീകരിച്ചില്ല. ഇന്ത്യയിലോ ഇന്ന് വരെ നിലനിൽക്കുന്നു. അതാണ് ചേഞ്ച്. ഇന്ത്യയും അറബിയുമുള്ള ചേഞ്ച് എന്താണ്? ഇന്ന് വരെ നിലനിൽക്കുന്നു. എന്നാൽ ഈ തത്വങ്ങളുടെ തുടക്കം ഏത് കാലഘട്ടത്തിലായിരുന്നു? ഹിജ്റയുടെ 13-ാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ, 14-ാം നൂറ്റാണ്ടിൽ. ഇപ്പോൾ ഏതാം നൂറ്റാണ്ടിൽ? ഏത് നൂറ്റാണ്ടിലാണ് നാം? 15-ലാണ് നാം. 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ, മനസ്സിലായില്ലേ? ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള തത്വം അറബിയിലും ഉണ്ടായത്, അപ്രകാരം ഇന്ത്യയിലും ഉണ്ടായത്. ഈ നീണ്ട 1000-ൽ പരം വർഷങ്ങൾ അങ്ങനെയുള്ള തത്വങ്ങൾ അറിയുകയില്ല. 1, 2, 3 നൂറ്റാണ്ടുകളിൽ സംഭവിച്ചത് ഞാനിവിടെ പറയുകയും ചെയ്തു. അവർക്കുള്ള ശുബഹാത്ത് അവർ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നടക്കാറുള്ളത് മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈ. ഖുർആനിൽ എന്തൊക്കെ മനുഷ്യന്മാരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി ആവശ്യമുണ്ട്, പരലോക വിജയത്തിന് വേണ്ടി ആവശ്യമുണ്ട്, അതെല്ലാം ഖുർആനിലുണ്ട് എന്നല്ല പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാണ് നമുക്ക് ഹദീസ്? അതാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നിപ്പോവും, അറിവില്ലാത്തവർക്ക് പ്രത്യേകിച്ച്. ഈ പ്രശ്നമൊക്കെ എവിടുന്നാ വന്നത്? അള്ളാഹു കൽപ്പിച്ച ഇതേ ഇവർ പറയുന്ന ഖുർആനിലുള്ള ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് പഠിക്കൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതെങ്കിലും ചെയ്തൂടെ? വിവരമില്ലെങ്കിൽ ആ ജഹലിലൂടെ, അറിവില്ലായ്മയുടെ ദീനുണ്ടാക്കുക. നിന്റെ വാപ്പാൻ്റെ സ്വത്തല്ല ഇത്, എൻ്റെ വാപ്പാൻ്റെ സ്വത്തല്ല ഇത്. അള്ളാൻ്റെ മതമാണ്. അള്ളാൻ്റെ മതം അള്ളാഹ് ഇറക്കിയതുപോലെ, അള്ളാൻ്റെ ദൂതനെ പഠിപ്പിച്ചതുപോലെ അല്ലാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറയുന്നു, നോക്കൂ നിങ്ങൾ. എന്നാൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ഖുർആനിൽ സക്കാത്ത് വാജിബാക്കിയില്ലേ? അല്ലേ? സ്വർണത്തിൽ സക്കാത്ത് കൊടുക്കണം, വെള്ളിയിൽ സക്കാത്ത് കൊടുക്കണം എന്നല്ല അള്ളാഹ് പറഞ്ഞ്. അതിനെ സൂക്ഷിച്ചു വെക്കുന്നവർ, ഇന്നല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത, അതിനെ സൂക്ഷിച്ചു വെക്കുന്നവർ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അള്ളാഹിന്റെ വഴിയിൽ ചെലവഴിക്കാത്തവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അങ്ങനെ ചെലവഴിക്കണം എന്നല്ല പറയുന്നുണ്ട്. ചെലവഴിക്കേണ്ടത് 8 വിഭാഗത്തിനാണെന്നല്ല പറയുന്നുണ്ട്. എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, എത്രയാണ് ചെലവഴിക്കേണ്ടത്, എപ്പോഴാണ് ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞോ? ഉണ്ടോ? ഖുർആനിലുണ്ടോ? ഖുർആൻ മനപ്പാഠമാക്കിയവർ നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആനിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. ഖുർആന്റെ സക്കാത്ത് പറഞ്ഞു, പക്ഷേ സക്കാത്തിനെ ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു, സക്കാത്ത് കൊടുക്കണമെന്നും പറഞ്ഞു. പക്ഷേ എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം, അത് ഖുർആനിലുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്നിട്ട് വിളഞ്ഞു വരുന്നതിൽ നിന്നിട്ട് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? അത് നാം എന്നാണ് കൊയ്തെടുക്കുന്നത് അന്ന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ ഖുർആൻ പറയാണ്. പക്ഷേ എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം? ഇനിയിപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇന്നത്ര അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ദീനാകുമോ? ആവൂല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്തത്?
ഇതിൻ്റെ കൂടെ ഞാൻ അയക്കുന്നു ഒരു ദൂതരെ. ആ ദൂതർ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടിയാണ് ഇതിൽ മൊത്തമായി പറയുന്ന നിയമങ്ങളെ. ഇതിൽ വിശദമായിട്ട് എന്താ പെപ്സിക്കോലക്ക് 10 പൈസ, അതുപോലെ തന്നെ 7-അപ്പിന് 10 പൈസ എന്നൊക്കെ ലോഡ്ജിൽ എഴുതി വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഹോട്ടലിൽ എഴുതി വെക്കുന്നത് പോലെ ഖുർആൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ കാര്യങ്ങളും വെവ്വേറെ 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 ഒറ്റക്കൊറ്റക്കായിട്ട് പറഞ്ഞിട്ടില്ല കൂട്ടരെ. യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം സംഭവിക്കും, ആ സംഭവിക്കുന്ന വേളയിൽ അവർ ചെയ്യേണ്ടതായ മാർഗങ്ങളും രൂപങ്ങളുമെല്ലാം അതാത് സമയത്ത് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കൽ ആരായിരുന്നു? നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ആയിരുന്നു. അപ്രകാരം തന്നെയാണ് സക്കാത്തിൻ്റെ സ്ഥിതി, അപ്രകാരം തന്നെയാണ് നമസ്കാരത്തിൻ്റെ സ്ഥിതിയും. സഹോദരന്മാരെ, സഹോദരികളെ, ഇനി ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു റക്അത്തുകൾ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വക്തുകളാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ സംശയം പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്ന് പറയുമ്പോഴും രാവിലെ മുതൽ രാത്രി വരേക്കും അപ്രകാരം തന്നെ ഫജ്ർ പ്രത്യേകവും പറയുമ്പോൾ അതിനിടയിൽ 4 സമയത്തിലുള്ളതായ നമസ്കാരം റസൂലുള്ളാഹി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് വേറെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ർ നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്, നമുക്കറിയാവുന്നതുപോലെ. പക്ഷേ അവിടെയെല്ലാം നാം വിശദീകരണം അല്ലാഹ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം അങ്ങനെ പറഞ്ഞതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി. ആരോടോ നിന്നോട് റക്അത്ത് എന്ന് പറഞ്ഞു? ഖുർആൻ റക്അത്ത് പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു റക്അത്ത് എന്ന്? ഖുർആനിൽ ഒരു റക്അത്ത് എത്ര? അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഖുർആനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല റക്അത്ത് പറയുന്നില്ല. ആരാണ് പഠിപ്പിച്ചെന്നത്? നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ യാത്രയിലാവുകയാണെങ്കിൽ നമസ്കാരത്തെ ഷോർട്ടാക്കണം. ഫുള്ളെൻ്റെ അറിഞ്ഞില്ല, പിന്നെ എങ്ങനെ ഷോർട്ട് അറിയാം? ഫുൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഫുൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? 4 റക്അത്ത് അല്ലാഹു എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഷോർട്ടാക്കുക? ഇവരെന്ത് ചെയ്യും ഷോർട്ടാക്കണം എന്ന് പറഞ്ഞതിന്? അവർ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ എത്രയാണ് നിസ്കരിക്കുക? അപ്പോൾ യാത്രയിൽ 1/2 റക്അത്ത് നിസ്കരിക്കും. 1/2 റക്അത്ത് നിസ്കരിക്കേണ്ട ഗതികേട് വരും. എന്തെങ്കിലും പറയല്ല, അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നിട്ടാണ് നാം പറയുന്നത് 1 റക്അത്താണ് അവരുടെ നിസ്കാരം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഷോർട്ടാക്കാൻ പറഞ്ഞ ഭാഗവും, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടായാൽ അവരുമായി ബന്ധം പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞു, അല്ലേ? മെൻസസ് ഉള്ള സമയത്ത് സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രസവച്ചോരയുള്ള സമയത്ത് സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഖുർആൻ. അപ്പോൾ എവിടെ പോയി? ഖുർആൻ മാത്രം അനുസരിച്ചിട്ട് മതി എന്ന് വെക്കുകയാണെങ്കിൽ ഈ പറയുന്നവരുടെ ഭാര്യമാരെല്ലാം മെൻസസ് ഉള്ള സമയത്ത് എന്ത് വേണ്ടി വരും? നമസ്കരിക്കേണ്ടി വരും. പ്രസവച്ചോരയുള്ള സമയത്ത് എന്ത് വേണ്ടി വരും? നമസ്കരിക്കേണ്ടി വരും. വെറും സംയോഗം ചെയ്യാൻ വേണ്ടി മാത്രം കുളിച്ചാൽ മതി. അതാ ഖുർആനിലുള്ളത്. ഇത് സംയോഗം ചെയ്യാൻ പാടില്ല ഏതുവരെ? കുളിക്കുന്നത് വരെ. അതാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉമൂമിയാത്താണ് പറയുക. ഉമൂമിയാത്ത് പറഞ്ഞാൽ പൊതുവേ നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, യുദ്ധം ചെയ്യണം, നോമ്പ് പിടിക്കണം എന്നീ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൊത്തത്തിൽ പറയുന്നതിൽ എന്തുണ്ട്? അല്ലാഹു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, റസൂലിനെ അനുസരിക്കണം, റസൂലിൻ്റെ വാക്ക് പാലിക്കണം, റസൂൽ പറയുന്ന കൽപ്പനകൾ കേൾക്കണം, അത് അംഗീകരിക്കണം, റസൂൽ വിരോധിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം, അത് നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു പറയുന്നുണ്ട്. അതുകൂടി കൂട്ടിച്ചേർത്തിട്ട് മനസ്സിലാക്കുമ്പോൾ എന്ത് പഠിക്കാൻ സാധിച്ചു? ഖുർആനിനെ നമുക്ക് റസൂലോട് കൂടിയല്ലാതെ, റസൂലിൻ്റെ കൽപ്പനയോട് കൂടിയല്ലാതെ, സുന്നത്തോട് കൂടിയല്ലാതെ, ഹദീസോട് കൂടിയല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുക തന്നെ ഇല്ല. ഇതൊക്കെ ബുദ്ധി ചൂറ് തിന്ന ബുദ്ധി ഉണ്ടായാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഖുർആൻ പറയുന്നു, അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ്. അങ്ങനല്ലേ? കൈവെട്ടണം. ആരുടെ? കട്ടവൻ്റെ, അല്ലേ? കട്ടവൻ്റെ കൈവെട്ടണം. അവർ ചെയ്ത പരാക്രമത്തിന് തക്കതായ പ്രതികാരമായിട്ട് ഭൂമിയിൽ നിന്നിട്ട് നൽകേണ്ട ശിക്ഷ, അല്ലേ? കട്ടവൻ്റെ കൈവെട്ടണം. ഖുർആനിസ്റ്റുകൾ ആയത്തിലേക്ക് വരുന്നു.
അർത്ഥം വെക്കാൻ നോക്കാണ്. ഫഖ്തഉ ഐദിയഹുമ. ഐദി എന്ന് പറഞ്ഞാൽ അറബി ഭാഷ വേറെ അർത്ഥം വെച്ച് നോക്കാം നമ്മൾക്ക്. എന്താണത്? ശക്തി. അപ്പോൾ ഗവൺമെൻറ് ശക്തിപ്പെടുത്തണം. എന്തിന്? കളവില്ലാതിരിക്കാൻ വേണ്ടി. ഗവൺമെൻറ് അവർക്ക് ശക്തി ഉണ്ടാവണം, കള്ളന്മാർ ഇവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്നാണ് അർത്ഥം. എന്നല്ലാതെ കൈവെട്ടണം എന്നല്ലാതെ അർത്ഥം വെച്ച് നോക്കി. മനസ്സിലായില്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിദേശികളാവുമ്പോൾ അറബി ഭാഷയുടെ സഹായം അവർക്ക് അറിയില്ലല്ലോ. അവർക്കൊന്നും എല്ലാ വിദേശികളെക്കുറിച്ചല്ല, അറബി ഭാഷയുടെ ABC അറിയാത്തതായ വിഭാഗത്തെക്കുറിച്ചാണ്, ഖാദിയാനിയെ പോലത്തതായ. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ ഈ കൈവെട്ടണം എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ എവിടുന്ന് വെട്ടണം? ആ കൈവെട്ടണം എന്ന വാക്ക് ഇവിടുന്ന് വെട്ടലും കൈവെട്ടലാവൂലേ? അല്ലേ? തണ്ടൻ കയ്യിൽ നിന്ന് വെട്ടാം, മധ്യത്തിൽ നിന്നിട്ട് വെട്ടാം, ആദ്യത്തിൽ നിന്നിട്ട് വെട്ടാം. അപ്പോൾ പിന്നെ എപ്പോൾ വെട്ടണം, എന്ത് കെട്ടാൽ വെട്ടണം, എത്ര കെട്ടാൽ വെട്ടണം അത് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നിരിക്കലോ ഇത് റസൂലുള്ള പറഞ്ഞതുപോലെ നടപ്പാക്കാം, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതിൽ വീഴ്ചയുണ്ട് എന്ന് പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അള്ളാഹ് പരിപൂർണമായി പറഞ്ഞില്ല. അള്ളാഹ് പറയുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം പൂർത്തിയായി കഴിഞ്ഞു. പൂർത്തിയാവാതെ അള്ളാഹ് പൂർത്തിയായെന്ന് പറയില്ലല്ലോ. ഇവിടെ നാം ഈ ആയത്തുകളിൽ കാണുന്നത് എത്ര വെട്ടണം എന്ന് പറഞ്ഞില്ല, എത്ര കെട്ടാൽ വെട്ടണമെന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആയത്ത് പരിപൂർണമായിട്ടുണ്ട്, ഖുർആനും പരിപൂർണമായിട്ടുണ്ട്. എന്ത്? ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് മൊത്തമായി പറയുന്നതായ നിയമങ്ങളെ വ്യക്തമായി പറഞ്ഞു തരാൻ ആര് വരുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്. അവർ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു എന്നർത്ഥമാണ്. ഇതങ്ങനെ തന്നെ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയതായ സഹാബാക്കൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ആ സഹാബാക്കൾ അതുപോലെ അമൽ ചെയ്യുകയും ചെയ്തു. അവരുടെ ഇടയിൽ ഒരു സഹാബിക്ക് പോലും സംശയമുണ്ടായിട്ടില്ല. എന്ത്? ഖുർആന് മാത്രം മതി എന്നും ഹദീസ് അംഗീകരിക്കണ്ട എന്നും അവരുടെ ഇടയിൽ ചർച്ച നടന്നിട്ടേ ഇല്ല. അള്ളാഹു പറയുന്നു, വമൻ യുതിഇർ റസൂല, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ച ആളായി മാറി. വമൻ യുതിഇർ റസൂല, ഒരാൾ റസൂലിനെ അനുസരിച്ചാൽ, അത് ഖുർആനിലുള്ളത് മാത്രം എന്നൊരു പദം ഖുർആൻ അന്വേഷിച്ചാൽ കിട്ടുമോ? ഖുർആനിലുള്ളത് മാത്രമാണ് വമൻ യുതിഇർ റസൂല എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ